ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം. സത്വരജതമോ ഗുണങ്ങൾ ഓരോന്നും ഒരാളിൽ ഏറി നിൽക്കുമ്പോഴുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ ഇക്കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത്. ഓരോ ഗുണങ്ങളും വർദ്ധിച്ചിരിക്കുന്നവരുടെ മരണാനന്തര ഗതിയെക്കുറിച്ച് ഉപദേശിക്കാൻ പോവുകയാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ. 14-ാമത്തെ ശ്ലോകം നോക്കാം. യഥാ സത്വേ പ്രവൃദ്ധേ തു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. സത്വേ സത്വഗുണം, പ്രവൃദ്ധേ തു വർദ്ധിച്ചിരിക്കുമ്പോഴാകട്ടെ, ദേഹഭൃത് ജീവി അഥവാ ദേഹി, യഥാ എപ്പോൾ, പ്രളയം യാതി മരണത്തെ പ്രാപിക്കുന്നുവോ, തഥാ അപ്പോൾ, ഉത്തമവിദാം ഉത്തമജ്ഞാനികളുടെ, അമലാൻ പരിശുദ്ധങ്ങളായ, ലോകാൻ ലോകങ്ങളെ, പ്രതിപദ്യതേ പ്രാപിക്കുന്നു. ഒരു ശരീരി സത്വം പ്രത്യേകമായി വർദ്ധിച്ചിരിക്കുമ്പോൾ ദേഹവിയോഗം പ്രാപിക്കുന്നുവെങ്കിൽ അപ്പോൾ ഉത്തമതത്വങ്ങളെ അറിയുന്നവരുടെ നിർമ്മലമായ പരിശുദ്ധമായ ലോകത്തെ പ്രാപിക്കുന്നു. ജന്മത്തെ രൂപപ്പെടുത്തുന്നത് കർമ്മങ്ങളാണ്. മരണശേഷം സൂക്ഷ്മ ശരീരത്തിൻ്റെ ഗതി ഏത് ദിശയിലായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നൽകപ്പെടുന്നത്. സത്വഗുണം വർദ്ധിച്ചവൻ സത്കർമ്മങ്ങളെ ചെയ്യൂ. അവനിലെ സച്ചിന്തകളും സത്കർമ്മങ്ങളും മരണം എന്ന അനുഭവത്തെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കഴിഞ്ഞു പോയതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പിന്നീടും സംഭവിക്കുക. അതായത് അങ്ങനെ ഒരാൾ ചെന്ന് ചേരുന്നത് ഉത്തമജ്ഞാനികളുടെ പുണ്യലോകങ്ങളിലായിരിക്കും. ഇനി രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചവരുടെ ജന്മാന്തരഗതി എങ്ങനെയാണെന്ന് ഉപദേശിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. 15-ാമത്തെ ശ്ലോകം. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായത്തെ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായത്തെ. രജസി രജോഗുണം, വിവർദ്ധേ വർദ്ധിച്ചിരിക്കുമ്പോൾ, പ്രളയം മരണത്തെ, ഗത്വാ ഗമിച്ചിട്ട് അല്ലെങ്കിൽ പ്രാപിച്ചിട്ട്, കർമ്മസംഗിഷു കർമാസക്തന്മാരിൽ, ജായതേ ജനിക്കുന്നു, തഥാ അപ്രകാരം, തമസി പ്രലീനഃ തമോ ഗുണത്തിൽ ലയിച്ചവൻ, മൂഢയോനിഷു ജായതേ മൂഢജീവികളിൽ പിറക്കുന്നു. രജോ ഗുണം പ്രവൃദ്ധമായ സമയത്താണ് മരിക്കുന്നതെങ്കിൽ കർമ്മത്തിൽ ആസക്തിയുള്ളവരുടെ ഇടയിൽ ജനിക്കുന്നു. അതുപോലെ തന്നെ തമോ ഗുണം വികസിച്ചിരിക്കുമ്പോൾ മരണം പ്രാപിച്ചവർ മൂഢവർഗങ്ങളിലും ജനിക്കുന്നു. ഏത് ഗുണം പ്രധാനമായിരിക്കുമ്പോൾ മരണം പ്രാപിക്കുമോ അതേ ഗുണത്തെ തുടർന്നു പോകത്തക്ക ചുറ്റുപാടിലായിരിക്കും പിന്നീടുള്ള ജനനം. ജീവൻ അതിൻ്റെ നിലവിലുള്ള വാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു രംഗം സ്വയം അന്വേഷിച്ച് കണ്ടെത്തും. രജോ ഗുണം പ്രവൃദ്ധമായ സമയത്താണ് മരണമെങ്കിൽ കർമ്മത്തിൽ ആസക്തിയുള്ളവരുടെ ഇടയിൽ ജനിക്കുന്നു. തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിച്ചാൽ മൂഢയോനികളിൽ പക്ഷിമൃഗങ്ങളായോ മരമായോ മറ്റും പിറക്കുന്നു. വിശേഷബുദ്ധിയുള്ള മനുഷ്യനായി പിറന്നിട്ടും അവിവേകികളായി മൃഗസമാനരായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. നന്നായി ജീവിക്കാനുള്ള അനുകൂല പരിസ്ഥിതികൾ ഉണ്ടായിട്ടും അനാരോഗ്യകരമായി ജീവിച്ച് സ്വയം നശിക്കുന്നവരും ധാരാളമുണ്ട്. അവനവൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് കർമ്മങ്ങളും ഉണ്ടാവുക. കഴിഞ്ഞ ശ്ലോകങ്ങളുടെ സംഗ്രഹം ഇനി പറയുന്നു 16-ാമത്തെ ശ്ലോകത്തിൽ. കർമ്മണ സുഹൃദസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. സുകൃതസ്യ സുകൃതമായ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടിയ കർമ്മണഃ കർമ്മത്തിൻ്റെ ഫലം പ്രയോജനം സാത്വികം സാത്വികവും നിർമ്മലം വിശുദ്ധവും ഇതി ആഹു എന്ന് പറയുന്നു. രജസഃ രജോ ഗുണത്തിൻ്റെ ഫലം തു പ്രയോജനമാകട്ടെ ദുഃഖം ദുഃഖവും, തമസഃ തമോ ഗുണത്തിൻ്റെ ഫലം പ്രയോജനം അജ്ഞാനം ആഹു അജ്ഞാനവുമാണെന്ന് പറയുന്നു. സാത്വികമായ കർമ്മത്തിൻ്റെ ഫലം സത്വപ്രധാനമായ വിവേകമാകുന്നു.
രജസിൻ്റേതാകട്ടെ ഫലം ദുഃഖമാകുന്നു. താമസകർമ്മത്തിൻ്റെ ഫലമാകട്ടെ അജ്ഞാനവും ആണെന്ന് തത്വദർശികൾ പറയുന്നു. ഓരോ ഗുണവും പ്രധാനമായിരിക്കുന്നവരുടെ ജന്മാന്തര സ്ഥിതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞ ശേഷം ഗുണങ്ങളെ അടിസ്ഥാനമാക്കി സിദ്ധിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പറയുന്നു ഇവിടെ. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ അഥവാ ധർമാനുസാരമായി ചെയ്യുന്നതെല്ലാം സുകൃതങ്ങളാണ്, സത്കർമ്മങ്ങളാണ്. സുകൃതം എന്നാൽ വേണ്ടും വണ്ണം ചെയ്യപ്പെട്ട കർമ്മങ്ങൾ, സാത്വിക ഗുണമുള്ള കർമ്മങ്ങൾ എന്നർത്ഥം. അത്തരം കർമ്മങ്ങളുടെ ഫലം പരിശുദ്ധമായ സാത്വിക ഗുണം വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. ജ്ഞാനവും സുഖവും ജനിപ്പിക്കുന്നതുമായിരിക്കും. വിഷയം കർമ്മസംബന്ധമാവുമ്പോൾ രാജസമാകുന്നു. രജോ ഗുണമുള്ള കർമ്മങ്ങൾ ലോഭപ്രേരിതവുമാണ്, അതുകൊണ്ട് അതിൻ്റെ ഫലം ദുഃഖമാണ്. താമസിക ഗുണമുള്ള കർമ്മങ്ങളുടെ അധർമ്മങ്ങളുടെ ഫലമാകട്ടെ അജ്ഞാനവുമാകുന്നു. കർമ്മങ്ങളുടെ ഉറവിടം ചിന്തകളാണ്. വിതയ്ക്കുന്ന വിത്ത് ചിന്തകളാണ്, കൊയ്യുന്ന വിളകൾ കർമ്മങ്ങളുമാണ്. ദുശ്ചിന്തകളിൽ നിന്നും ദുഷ്കർമ്മങ്ങളെ ഉണ്ടാകൂ. മനസ്സിനെ മെരുക്കുകയും ചിന്തകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് എളുപ്പമൊന്നുമല്ല. എന്നാൽ ബാഹ്യമായ സ്വഭാവ നിയന്ത്രണം കൊണ്ട് മനോനിയന്ത്രണത്തിന് വഴിയൊരുക്കാൻ പരിശീലിക്കുക. സത്കർമ്മങ്ങൾ ചെയ്യുക, ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന പ്രകാരം ജീവിക്കുക, ഇതൊക്കെ സ്വഭാവ നിയന്ത്രണം സാധിക്കാനുള്ള മാർഗങ്ങളാണ്. ക്രമേണ മനസ്സിൻ്റെ വിക്ഷേപങ്ങൾ അടങ്ങി ശാന്തമാകും. അങ്ങനെ സത്വഗുണം വികസിച്ച് മനഃശുദ്ധിയുണ്ടാകും. ഇനി ഗുണങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്തെല്ലാമാണ് എന്ന് 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹൗ തമസോ ഭവതോ അജ്ഞാനമേവ ച. സത്വാത് സത്വഗുണത്തിൽ നിന്നും ജ്ഞാനം സത്യമായ അറിവും, രജസഃ രജോ ഗുണത്തിൽ നിന്നും ലോഭഃ ച അത്യാഗ്രഹവും, ഏവ തന്നെ, സംജായതേ ഉണ്ടാകുന്നു, തമസഃ തമോ ഗുണത്തിൽ നിന്നും പ്രമാദമോഹൗ പ്രമാദമോഹങ്ങളും, ഭവതഃ ഉണ്ടാകുന്നു, അജ്ഞാനം ച അജ്ഞാനവും, തത ഏവ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. സത്വഗുണത്തിൽ നിന്നും ജ്ഞാനവും രജസിൽ നിന്നും തീരാത്ത ആശയും ഉണ്ടാകുന്നു. തമോ ഗുണത്തിൽ നിന്നും തെറ്റിദ്ധാരണയും ഉണ്ടാകുന്നു. മാത്രമല്ല അറിവില്ലായ്മയും ഉണ്ടാകുന്നു. സത്വഗുണം പ്രബലമാവുമ്പോൾ ജ്ഞാനമുണ്ടാകുന്നു. ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ക്ഷേത്രസംബന്ധമായ ജ്ഞാനമാണ്, ആത്മജ്ഞാനമല്ല. സത്വഗുണത്തെയും തരണം ചെയ്താൽ മാത്രമേ ആത്മജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. സത്യമായ അറിവ്, കാര്യാകാര്യ വിവേകം എന്നിവയാണ് സത്വഗുണത്തിൽ നിന്നും ഉണ്ടാവുന്നത്. രജോ ഗുണത്തിൻ്റെ കാര്യമാകട്ടെ അത്യാഗ്രഹമാണ്, കിട്ടിയതൊന്നും മതിയാവുകയില്ല. തമസിൽ നിന്നും അശ്രദ്ധയും വ്യാമോഹവും അതുകൂടാതെ അജ്ഞാനവും ജനിക്കുന്നു. നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ഗുണങ്ങൾ വരുത്തി തീർക്കുന്ന ഫലങ്ങളാണ് ഇവയൊക്കെ. ത്രിഗുണങ്ങൾക്കും അധീനരായി നിൽക്കുന്നവരുടെ ഗതി എങ്ങനെയാണെന്ന് വിവരിക്കുന്നു 18-ാമത്തെ ശ്ലോകത്തിൽ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഘന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. സത്വസ്ഥാഃ സത്വഗുണത്തിലിരിക്കുന്നവർ ഊർധ്വം മേൽപോട്ട് ഉന്നതാവസ്ഥയിലേക്ക് ഗച്ഛന്തി പോകുന്നു. രാജസാഃ രജോ ഗുണസ്ഥന്മാർ മധ്യേ ഇടയ്ക്ക് ഉയർച്ചയിലും താഴ്ചയിലും അല്ലാതെ തിഷ്ഠന്തി സ്ഥിതി ചെയ്യുന്നു. ജഘന്യ ഗുണവൃത്തിസ്ഥ അധമഗുണത്തിലിരിക്കുന്ന താമസാഹ തമോ ഗുണക്കാർ അധഹ താഴോട്ട് ഗച്ഛന്തി പോകുന്നു. സത്വഗുണസമ്പന്നന്മാർ ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു. രജോ ഗുണപ്രധാനികൾ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു. തമോ ഗുണപ്രധാനികൾ അധോഗതി പ്രാപിക്കുന്നു. സാത്വികമായ ധർമ്മത്തിൽ നിഷ്ഠയുള്ളവർ സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന ദേവലോകത്തേക്ക് ഉയരുന്നു. രജോ ഗുണപ്രധാനികൾ കാമ്യകർമ്മങ്ങൾ ചെയ്ത് ഉയർച്ചയിലും താഴ്ചയിലും അല്ലാതെ മധ്യത്തിൽ മനുഷ്യലോകത്തിൽ ജനിക്കുന്നു. നീചകർമ്മഗുണത്തോടുകൂടി തമോ ഗുണികൾ അധോഗതി അടയുന്നു. ഈ 3 ഗുണങ്ങളും നമ്മളെ ബന്ധിക്കുന്ന കയറുകളാണ്.
അവ നമ്മെ ശരീരത്തോട് ബന്ധിക്കുന്നു, ഈ ലോക ദുഃഖങ്ങളോട് ബന്ധിക്കുന്നു, മനസ്സിനോടും ബുദ്ധിയോടും അവയുടെ താല്പര്യങ്ങളോടും ബന്ധിക്കുന്നു. നമ്മിലെ ആത്മചൈതന്യം അതിനെ ചുറ്റി നിൽക്കുന്ന ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ ജഡ ഉപാധികളുമായി താതാത്മ്യം പ്രാപിച്ച് വിഭ്രാന്തിയിൽ ആഴ്ന്നു നിൽക്കുകയാണ്. അതിനെ അതിക്രമിച്ചാൽ മാത്രമേ ഈ സംസാരത്തിൽ നിന്നും മുക്തി ലഭിക്കുകയുള്ളൂ. ഹരി ഓം തത്സത്.